തീരെയല്ല. നാളെ മുതൽ നിങ്ങൾ ഇത് തുടരണം. അത് തുടരാനുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് തന്നിട്ടാണ് പോകുന്നത്. നാളെ മുതൽ നിങ്ങൾ തുടരണം. ഇനി സമരിയാക്കാരിയോട് അവർ പറഞ്ഞ മാതിരി ഇന്നീ പറഞ്ഞത് കൊണ്ടല്ല, ഞങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പണ്ട് കുറേ പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ളതാണല്ലേ, കുറേ പാട്ടുകൾ. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പാട്ട് എഴുതാനിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, അതാണ് ദൈവസ്വരം ശ്രമിച്ചാൽ മതി. കർത്താവ് പറയണം, ഇനി നീ പാട്ടൊന്നും എഴുതണ്ട. അപ്പോൾ ആദ്യം കേട്ടപ്പോൾ ഇച്ചിരി പ്രയാസമായി. നമ്മൾ ഭയങ്കര താല്പര്യത്തോടെ ഒരുപാട് പേര് നമ്മുടെ പാട്ടുകൾ നല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ, പക്ഷേ കർത്താവ് പറയണത് നന്മയ്ക്കായിട്ടാണല്ലോ ഉദ്ദേശിച്ച് നമുക്ക് സമാധാനമായി. അത് കഴിഞ്ഞ് പറയാണ്, ഞാൻ കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, അതെന്താ നിങ്ങൾ പാടാത്തത്? ഞാൻ 150ഓളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അത് കർത്താവ് ഈശോ മിശിഹാ തന്നെ എല്ലാ ദിവസവും പാടിയിരുന്നതാണ്. മാതാവും പാടിയിരുന്നതാണ്, ഔസേപ്പിതാവും പാടിയിരുന്നതാണ്. ഇസ്രായേൽ ജനം മുഴുവനും കൊച്ചു മുതൽ അപ്പൂപ്പൻ വരെ ആളുകൾ എല്ലാ ദിവസവും സങ്കീർത്തനങ്ങൾ പാടും. നനയ്ക്കണ നേരത്ത്, കൊയ്ത്ത് കാലത്ത്, കറിക്കരിയുടെ നേരത്ത്, വെള്ളം തേവണ നേരത്ത്. അത് വിശുദ്ധ ഇറേനിയോസ് എല്ലാം പറയുന്നത്, അദ്ദേഹം 10-25 വർഷം ജെറുസലേമിൽ ഗുഹകളിൽ താമസിച്ചിട്ടാണ് ഈ ബൈബിളിനെ ഇതുപോലെ രൂപത്തിൽ ആക്കിയതും അതിൻ്റെ ഒറിജിനൽ ലാറ്റിൻ എഡിഷനൊക്കെ ഉണ്ടാക്കിയതൊക്കെ. അദ്ദേഹം പറഞ്ഞിരുന്നത്, ജെറുസലേമിൽ ആകെ കേൾക്കാനുള്ളത് സങ്കീർത്തനങ്ങളുടെ ഒരു താളം മാത്രം. എല്ലാവരും സങ്കീർത്തനം പാടുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ ഇത് വളരെയധികം സാധിക്കുന്ന തോന്നണം കേട്ടോ. നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലും ഒക്കെ ഇത് ആകാവുന്നതാണ്. ഞാനിത് പറഞ്ഞ ആശയം പറഞ്ഞു തുടങ്ങിയ പിന്നെ ഈ CD വെച്ചിട്ട് ഈ നമ്മുടെ ഫാമിലി പ്രേയേഴ്സ് ഇതുണ്ടല്ലോ, കുടുംബയോഗങ്ങൾ. അപ്പോൾ അതിൽ ഒരു വീട്ടിലെ 3-4 കൊച്ചു പിള്ളേർ അവർ സങ്കീർത്തനം ഇങ്ങനെ പാടാൻ തുടങ്ങി. അപ്പോൾ അവരെല്ലാവരും വിളിച്ച് ആ കുടുംബയോഗത്തിൽ പാടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒരാൾ അതിനൊരു ഓർഗനും വായിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ടീമായി. ഇപ്പോൾ അവരെല്ലാവരും വിളിക്കുകയാണ് ഞങ്ങളുടെ അവിടെ വന്ന് പാടാൻ. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഇത് പാടി അങ്ങനെ കുറച്ച് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പാടുകയാണെങ്കിലാണ് പ്രൈസ് ദി ലോർഡ്. എന്താ പറഞ്ഞ ട്യൂണാക്കി ഇത് ഏകദേശം 10 വർഷത്തെ പണിയാണ്. പക്ഷേ ഞങ്ങളിത് പാടാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് 10 വർഷത്തോളമായെങ്കിലും ഇത് ഒരുപാട് സമയമെടുത്ത് ട്യൂൺ ചെയ്യണം. ഒരുപാട് സമയമെടുത്ത് ട്യൂൺ ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് സമയമെടുത്ത്, ഒരുപാട് പ്രാർത്ഥിച്ച്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് പറയാനുള്ളത്, നവോദയയുടെ ജിജോ എന്ന വലിയ ഫിലിം പ്രൊഡ്യൂസർ. നവോദയ അപ്പച്ചൻ കേട്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മകനാണ് ജിജോ. പുള്ളിയാണ് മൈ ഡിയർ കുട്ടിച്ചാത്തനൊക്കെ ഉണ്ടാക്കിയത് അല്ലേ. ആദ്യത്തെ ഫസ്റ്റ് 3D ഫിലിം ഉണ്ടാക്കിയ ആളാണ്. പുള്ളിയെക്കുറിച്ച് പറയാനുള്ളപ്പോൾ അന്ന് ഞാൻ മദ്രാസിലൊരിക്കൽ പോയപ്പോൾ പുള്ളിയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആദ്യം പുള്ളി പറഞ്ഞു, നിങ്ങൾ ഈ ആത്മീയ ആൾക്കാരൊന്നും ഞങ്ങളുടെ ഫീൽഡിൽ ഇടപെടണ്ട, ഇത് വേറെ ഫീൽഡാണ്, ഇത് സിനിമ ഫീൽഡ്. അപ്പം ഞാൻ അവസാനം രാത്രി 2 മണി വരെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു പല കാര്യങ്ങളും. അവസാനം പുള്ളി പോകാൻ, എനിക്ക് രാവിലെ ലണ്ടനിൽ പോകാനുള്ളതാണ്, ഞാൻ പോട്ടെ, അതുകൊണ്ട് എന്നെ ഇതിനകത്തൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാണ്, അദ്ദേഹത്തിനോട് പറയും അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും. പുള്ളി ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഫിലിം പ്രൊഡ്യൂസർ ഡയറക്ടറാണ്. വലിയ ഭയങ്കര ഐഡിയകളാണ്. പറഞ്ഞു, ഓൾ യുവർ ക്രിയേറ്റിവിറ്റി കം ഫ്രം ക്രിയേറ്റർ. എന്താ പറഞ്ഞേ? ഓൾ യുവർ ക്രിയേറ്റിവിറ്റി കം ഫ്രം ക്രിയേറ്റർ. നിങ്ങളുടെ എല്ലാ കഴിവുകളും ദൈവത്തിൽ നിന്നാണ് വരുന്നത്.
അതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം. എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയി. അത്ര ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ലണ്ടനിൽ നിന്ന് അദ്ദേഹം ഫോൺ വിളിച്ച് പറയാണ്, യു ആർ റൈറ്റ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എൻ്റെ എല്ലാ ഈ കഴിവുകൾ, ഞാൻ ഇത്രയും വലിയ ഫിലിം പ്രൊഡ്യൂസിങ്ങിൻ്റെ ഇത്രയും ഭയങ്കര ഐഡിയ, ഇതൊന്നും എൻ്റേതല്ല, ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനത്തെ ഫിലിം ഉണ്ടാക്കൽ നിർത്തുന്നു. പ്രൈസ് ദ ലോർഡ്. ഞാൻ അടുത്ത സാറിൻ്റെ ധ്യാനം എവിടെയാണ്, അവിടെ ധ്യാനം കൂടണം എനിക്ക്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ധ്യാനം കൂടി, പല ധ്യാനങ്ങളും കൂടി. അപ്പോഴാണ് നമ്മൾ ഈ സങ്കീർത്തനം ഇങ്ങനെ ട്യൂൺ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക്, പുള്ളിക്ക് നല്ല മ്യൂസിക്കൽ കഴിവുകളുണ്ടായിരുന്നു. പുള്ളി ഞങ്ങളുടെ ടീമിൻ്റെ കൂടെ ഇരുന്ന് ഇൻസ്ട്രുമെൻ്റൊക്കെ വെച്ച് പുള്ളി ഫുൾ ടൈം നമ്മുടെ കൂടെ ഇരുന്ന് കുറേ ഈ സങ്കീർത്തനങ്ങളൊക്കെ കാണാപ്പാടെ പഠിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന് 150 സങ്കീർത്തനങ്ങളും അറിയാം. ഇപ്പോൾ അദ്ദേഹം ഈ ദൈവിക ആശയങ്ങളുള്ള ഫിലിമുകൾക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെന്നാ പുറത്തിറങ്ങണമെന്നറിയില്ല. അപ്പോൾ നമ്മളുടെ എല്ലാ കഴിവുകളും ദൈവത്തിൽ നിന്നാണ്. ഒരുപാട് സങ്കീർത്തനമുണ്ട്. എന്ത് രസമാണെന്നറിയാമോ മറ്റുള്ള സങ്കീർത്തനങ്ങൾ. നമ്മളിപ്പോൾ എല്ലാം ഒരുപക്ഷെ പിന്നീട് ഈ 8-9 ദിവസത്തെ ധ്യാനത്തിലൊക്കെ നമ്മൾ ഇനിയും കൂടുതൽ സങ്കീർത്തനങ്ങളൊക്കെ പാടി, അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ച് കുറേയും കൂടി വിശദീകരിക്കുമ്പോഴാണ് സങ്കീർത്തനത്തിൽ ഇപ്പോൾ നമ്മൾ ആ 16-ാം സങ്കീർത്തനമൊക്കെ മനസ്സിലാക്കിയില്ലേ, 19-ാം സങ്കീർത്തനം, അങ്ങനെ ഓരോ സങ്കീർത്തനത്തിൻ്റെയും വിശദീകരണം കിട്ടിക്കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്, എൻ്റെ ദൈവമേ, ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന അത് എന്തോ ഒരു വലിയ നിധിയാണ്. നിങ്ങൾക്കും ഈ ഒരാശയം വെച്ച് വിശദീകരണത്തിന് വേണ്ടി ധ്യാനിക്കാം. പ്രധാന ആശയം ദൈവരാജ്യമാണ്. അതാണ് ഈശോ പറഞ്ഞ, ദൈവരാജ്യവും അതിൻ്റെ നീതിയും മനസ്സിലാക്കുക ആദ്യം, പിന്നെ ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കും. സുവിശേഷം വ്യാഖ്യാനിക്കുമ്പോൾ എവിടെ നിന്നുള്ള വചനം എടുത്ത് പറഞ്ഞാലും ഈ ഒരു ആശയം വെക്കണം. ദൈവം കരുണയാണ്, സ്നേഹമാണ്, നീതിയാണ്. ആ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും ആണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. സങ്കീർത്തനങ്ങളിലെല്ലാം അതുണ്ട്. പക്ഷെ അതിലുപയോഗിക്കുന്ന പദങ്ങൾ കേട്ടാൽ കുന്തം കൊണ്ട് കുത്തുന്നൊക്കെ ആയിരിക്കും. പക്ഷേ കുന്തം എന്താണെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ്, എൻ്റെ സ്നേഹമാകുന്ന കുന്തം കൊണ്ട് ഞാൻ നിന്നെ കുത്തി മുറിവേൽപ്പിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് സ്നേഹമാകുന്ന കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നത്? അത് സ്നേഹിക്കുന്ന ആളുകൾ പറയൂലേ, ഞാൻ നല്ല കടിക്കുട്ടാണ് അല്ലേ, നന്നായിട്ട് അമ്മ കൊച്ചിനെ അങ്ങ് സ്നേഹിച്ചിട്ട് ഒരു കടിയും കടിച്ചു എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കടിച്ച് തിന്നിടാൻ വേണ്ടിയെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഭാഷകളൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെന്താ, കർത്താവ് കടിക്കുമോ നമ്മൾ? കർത്താവ് നമ്മൾ കടിച്ചു തിന്നോ? അപ്പോൾ അതിൻ്റെ എല്ലാം ഉള്ളിൽ സ്നേഹം ആണെന്ന് മനസ്സിലാക്കണം. പാട്ടുകാരെല്ലാം ടയർഡായി പോയി, അല്ലെങ്കിൽ ഞാൻ 1-2 സങ്കീർത്തനത്തിൻ്റെ വേറെ ആശയം പറഞ്ഞു, അവർ വരുമ്പോൾ പിന്നീട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഓക്കെ, എന്താ സാറേ?